ഹായ് മക്കൾസ്, വെൽക്കം ടു എജുപോഡ്. ഇറ്റ്സ് മീ അസ്ലാം. മക്കളെ, നമ്മളിന്ന് വന്നിട്ടുള്ളത് പീരിയോഡിക് ടേബിൾ ഒന്ന് ഓടിച്ചു വിടാനാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, എക്സാമിന് അത്യാവശ്യം നല്ല മാർക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹൂ ഈസ് ദ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ? പീരിയോഡിക് ടേബിളിൻ്റെ ഫാദർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ മെൻഡലിയഫ് ആണ്. അത് മറന്നു പോകരുത്, ഒരു മാർക്കിന് ചോദിക്കുന്നതാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് മോഡേൺ പീരിയോഡിക് ടേബിൾ ആണ്. ഹൂ ഈസ് ദ ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ? ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവ് ആരാണെന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഹെൻറി മോസ്ലി ആണ്. ഒരു മാർക്ക് കിട്ടിയില്ലേടാ? അപ്പോൾ ഈ ഒരൊറ്റ ക്ലിക്കോട് നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഒന്ന് ലൈക്ക് അടിച്ച് ഒന്ന് ഷെയർ ചെയ്തേ. ഓക്കെ, എക്സാമിന് സ്ഥിരമായിട്ട് വരുന്നൊരു സംഗതിയാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ. അപ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. പിന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ട കാര്യം, ഇയാളെ കൊണ്ടുവന്നത് അറ്റോമിക് നമ്പറിൻ്റെ ബേസിലാണ്. എന്നാൽ അറ്റോമിക് മാസിൻ്റെ ബേസിലാണ് മെൻഡലിയഫ് കൊണ്ടുവന്നത്. ഇദ്ദേഹം കൊണ്ടുവന്നല്ലോ അറ്റോമിക് നമ്പർ വെച്ചിട്ടാണ്. അങ്ങനെ നമ്പർ വെച്ചിട്ട് മൂപ്പര് എത്ര എലമെന്റ്സിന് ഉണ്ടടാ പീരിയോഡിക് ടേബിൾ? ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എത്ര ഉണ്ട്? 118 ഉണ്ട്. ഇപ്പോൾ അതിലേറെ വന്നിട്ടുണ്ട്, ഏകദേശം 123, 125 ആയിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും പേര് കൊടുത്തിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ നിലവിൽ എത്രണ്ണാണ് പഠിക്കേണ്ടത്? 118 എലമെന്റ്സ് ഉണ്ട്. അതിനെ മൂപ്പര് ഓരോ ഗ്രൂപ്പുകളായി തിരിച്ചു. മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗ്രൂപ്പ്സ് എന്ന് വിളിക്കുക, ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുക. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് 18 ഗ്രൂപ്പുകളാണ്. മറക്കൂലല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിക്ക് പോവുകയാണെങ്കിൽ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുന്നതിനാണ് മൂപ്പർ എന്ത് പേരിട്ടതാടാ? പീരിയഡ് എന്ന് വിളിച്ചത്. പീരിയഡ്സ്. അങ്ങനെ ടോട്ടൽ എത്ര പീരിയഡുകളുണ്ട്? 7 പീരിയഡുകളാണുള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഏകദേശം ഒരു 2-3 മാർക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ സെറ്റിലേടാ? യെസ്. അപ്പോൾ എൻ്റെ മക്കൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി മക്കളെ, ഓരോ ഫാമിലികളായി തിരിച്ചിട്ടുണ്ട് പീരിയോഡിക് ടേബിൾ. ഒന്നാമത്തെ, അതായത് 18നും ഓരോ ഫാമിലി ആക്കിയിട്ടുണ്ടെങ്കിലും ഓരോ ഫാമിലിക്ക് ഓരോ പേരാണ്. ഒന്നാമത്തെ ഫാമിലി ഏതാ? ആൽക്കലി മെറ്റൽസ്, അല്ലെങ്കിൽ ആൽക്കലി ഫാമിലി എന്ന് പറയാം. ആൽക്കലി ലോഹങ്ങൾ. രണ്ടാമത്തേതാ? ആൽക്കലി എർത്ത് മെറ്റൽസ്, ആൽക്കലി എർത്ത് ലോഹങ്ങൾ എന്ന് വിളിക്കും. 3 മുതൽ 12 വരെ ഉള്ളത് അതൊരു വേറെ ഫാമിലിയാണ്. അവരെ നമ്മൾ വിളിക്കുക ട്രാൻസിഷൻ മെറ്റൽസ് എന്നാണ് വിളിക്കുക. സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കും. മറക്കണ്ട, സംക്രമണ മൂലകങ്ങൾ എന്ന് പറയും. അവർക്ക് നിറമുള്ള സംയുക്തങ്ങൾ കാണിക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ആ ചാപ്റ്ററിൽ പഠിക്കൂട്ടോ. ഇനി എൻ്റെ മക്കളെ, 13ാമത്തെ ഫാമിലി ബോറോൺ ഫാമിലിയാണ്. പിന്നെ 14 കാർബൺ, 15 നൈട്രജൻ ഫാമിലി, 16 ഓക്സിജൻ ഫാമിലി. ഇങ്ങനെ ഓരോ കുടുംബങ്ങളാണ്. പിന്നെ 17ാമത്താണ് ഹാലജൻ ഫാമിലി, 18ാമത്താണ് നോബൽ ഗ്യാസ്. നോബൽ ഗ്യാസ് എന്ന് പറയുമ്പോൾ അലസവാതങ്ങൾ. മറക്കണ്ട. അപ്പം എൻ്റെ മക്കൾ 1, 2, 3 മുതൽ 12 വരെ ഉള്ളതും 18 നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്ത് ചെയ്യണം എൻ്റെ മക്കൾ? പഠിച്ചിട്ട് പോകണം. അപ്പോൾ ഓരോ ഫാമിലി ക്ലിയർ അല്ലേടാ? അപ്പോൾ ഇങ്ങനെ ഓരോ ഫാമിലികളാക്കി തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി മക്കളെ, ഈ പീരിയോഡിക് ടേബിളിനെ ഓരോ ഗ്രൂപ്പുകളാക്കിയിട്ടും തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾ ആ എന്തിൽ പറഞ്ഞിട്ടുണ്ട്? പീരിയോഡിക് ടേബിൾ പറഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ട് യൂട്യൂബിൽ, നമ്മുടെ എജുപോർട്ടിൻ്റെ ചാനലുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് വാച്ച് ചെയ്താൽ മതി. ക്ലിയർ അല്ലേടാ? ഓക്കെ, അപ്പോൾ പീരിയോഡിക് ടേബിൾ ഓരോ ഗ്രൂപ്പാക്കി തിരിച്ചിട്ടുണ്ട്. മെയിൻ ഗ്രൂപ്പ്, ട്രാൻസിഷൻ ഗ്രൂപ്പ്, നോബൽ ഗ്യാസ്, ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ പ്രധാന ഗ്രൂപ്പുകൾ, സംക്രമണ മൂലകങ്ങൾ, അലസവാതകം, അന്തസംക്രമണ മൂലകങ്ങൾ, അങ്ങനെ ഒന്ന് വിളിക്കാം. അപ്പം എൻ്റെ മക്കൾ മനസ്സിലാക്കുക, മെയിൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ പീരിയോഡിക് ടേബിളിലെ 1ാമത്തതും 2ാമത്തതും 13 മുതൽ 18 വരെ ഉള്ളതാണടാ ഏത്? മെയിൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ട്രാൻസിഷൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് പറയുമ്പോൾ 3 മുതൽ 12 വരെയാണ്. പിന്നെ നോബൽ ഗ്യാസ് എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനത്തതാണ്, 18ാമത്തെ ഗ്രൂപ്പാണ്. ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ പീരിയോഡിക് ടേബിളിലെ ഏറ്റവും അടിഭാഗത്ത് കാണപ്പെടുന്നതാണ്. അത് 6ാമത്തതും 7ാമത്തതും പീരീഡാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ക്ലാരിഫിക്കേഷനൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഒറ്റയടിക്ക് പീരിയോഡിക് ടേബിളിൻ്റെ ടോട്ടൽ കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? മാക്സിമം ഇത് ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. അപ്പോൾ എജുപോർട്ടിൻ്റെ ചാനൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇനി ആഫ്റ്റർ ഓൺ എക്സാമിന് ശേഷം നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും അതിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിലുണ്ട്, അതിൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക, ജോയിൻ ചെയ്യുക, എൻജോയ് ചെയ്യുക, പഠിക്കുക. സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു. ബൈ.